അതെ, നിങ്ങൾ ഈ ബാഗിൽ കാണുന്ന ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ ട്രിപ്പിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയുള്ളൂ. നല്ല മഴ സമയത്തായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പോയത്. പിന്നെ ഞങ്ങൾ വേറെ എങ്ങും അല്ല പോയത്, മൂന്നാറിലേക്കാണ് കേട്ടോ ട്രിപ്പ് പോയത്. നല്ല മഴ സമയത്തായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ റിസോർട്ടിലേക്കാണ് ഞങ്ങൾ വെച്ച് പിടിച്ചത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ ചുറ്റാകെയുള്ള കുറച്ച് കാഴ്ചകളും കാര്യങ്ങളുമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് തന്നെ. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റിയില്ല. പിന്നെയെന്ന് പറയുമ്പോൾ യാത്ര നല്ലതായിരുന്നു. കാരണം മഴ എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. പോയത് ബൈക്കിലായതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങിയപ്പോഴുള്ള അവസ്ഥ. മഞ്ഞ് മൂടിയ ഒരു ഇതായിട്ടാണ് കാണപ്പെട്ടത്. പിന്നെ അതിൻ്റെ കൂടെ മഴയും തന്നെ ഉണ്ട്. പുറത്തിറങ്ങാനൊക്കെ ഒരു ഇതായിരുന്നു. കാരണം റെയിൻകോട്ട് ഇട്ടിട്ടാണ് ഞങ്ങൾ പോയതെങ്കിലും അവിടെ ചെല്ലുമ്പോൾ റെയിൻകോട്ട് ഇട്ടിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായിരുന്നാലും നനയാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് നനയുന്നത്. കുഞ്ഞുനാളിലൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ ശ്വാസം മുട്ടലിന് അസ്കിതയൊക്കെ ഉള്ളതുകൊണ്ട് വലുതായിട്ട് നനയാറില്ല. പക്ഷേ എന്തായാലും നനയാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഒരു പാടി പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സംഭവത്തിൽ കയറി നിന്നിട്ട് ചുറ്റാകെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണേ. പിന്നെ എന്ന് പറയുമ്പോൾ മൊബൈലിൽ എടുക്കുമ്പോൾ അത്രത്തോളം വ്യൂ കിട്ടണമെന്നില്ല. എന്നാലും എൻ്റെ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു രക്ഷയും ഇല്ല. ഇവിടെ നിന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് വ്യൂ ഒക്കെ കാണാം. അപ്പം നമ്മൾ കാണുന്നതെല്ലാം മൊബൈലിൽ കുറച്ചും കൂടി ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. എന്നാലും മാക്സിമം എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ടേ. അത് ഞാൻ മൊബൈലിൽ കുറച്ച് എഫക്റ്റും കൂടി ഇട്ടിട്ട് എടുത്തതാണേ. അല്ലെങ്കിൽ അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്നപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം, വൈകുന്നേരം ഒക്കെ കുറച്ചൊക്കെ അവിടെയൊക്കെ നിന്നിട്ടൊക്കെയാണ്. പിന്നെ പകലാണ് പോയി ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അവർ ചെയ്തിട്ടുള്ള സംവിധാനം കേട്ടോ. ഒരുപാട് ബാച്ചുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഫുഡ് വിളമ്പുന്നത്. രാവിലെ ഇടിയപ്പം ഉണ്ടായിരുന്നു, പിന്നെ എന്തോ അപ്പം ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആഹാരം കഴിക്കാൻ വേണ്ടി തന്ന വേറെ ബാച്ചുകളാണ്. അവർ ആഹാരം കഴിക്കാൻ വേണ്ടി കയറുന്നത്. രാവിലത്തെ ഒരു ഫുഡിൻ്റെ ഒരു തിരക്കാണേ. ഇതാണ് രാത്രിയിൽ അവിടുത്തെ വ്യൂ കേട്ടോ. ഞാൻ കിടക്കുന്ന ടെൻറ്റിൻ്റെ അടുത്തായിട്ടിരുന്നിട്ടാണ് ഞാൻ ഈ വ്യൂ എടുക്കുന്നത്. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോകാനായിട്ടാണ് തയ്യാറായി കേട്ടോ. തലേദിവസം വൈകുന്നേരം 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പം സമയം തീരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചകൾ കാണാനും ഒരുപാട് ഇതായിരുന്നു. പിന്നെ അവിടെ നിന്ന് വിട്ടു പോകാൻ നമുക്ക് തോന്നില്ല. അവിടുത്തെ